അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എന്നെയും വിളിച്ചുകൊണ്ട് വന്നു. ഞാനും അമ്മയും കൂടെ ഇവിടെ വന്ന് 1-2 മണിക്കൂർ ഇവിടെ നിന്ന് കരഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ട്, ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അപ്പം അവർ വലിയ പ്രതീക്ഷയൊന്നും തരുന്നില്ല, അവർ ഇപ്പം ഡിലേ ആയി, ഇനി പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എക്സാം പാസ്സായിട്ട് 1 വർഷത്തോളം ആകാറായി. അപ്പോൾ അവർക്കും വലിയ ആ ചൂടൊക്കെ പോയി, കൊണ്ടുപോകാമെന്നുള്ളതൊക്കെ മാറി. അത് കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലസ് മേടിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ പോകാം. ഞാനും അമ്മയും കൂടെ രാവിലെ ഇവിടെ ഒരു 9 മണി 8 മണി ആ ടൈമിൽ ഇവിടെ വന്നു. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ഞാൻ ഓഫീസിൻ്റെ അകം വരെ കയറി. അപ്പോൾ അവർ പറഞ്ഞു, കാണാൻ പറ്റത്തില്ല, എന്തോ പ്രോസസ്സിങ്ങിൻ്റെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, നിൻ്റെ കാര്യം ഡിലേ ആയിട്ട് കിടക്കുക, അങ്ങനെയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ഞാൻ ഡൗൺ ആവുമായിരുന്നു. അത് കഴിഞ്ഞപ്പം നേരെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമ്മൾ ഇവിടം വരെ വന്നില്ലേ, അപ്പോൾ ഇവിടെ ഒരു ബ്ലെസ്സിങ് റൂമില്ലേ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ അച്ഛൻ്റെ ബ്ലസ് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പോയി ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുമായിരുന്നു. ഞാൻ അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഈ വർഷം തന്നെ ജർമ്മനിക്ക് പോകുമെന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് പോയി, ഞാനും അമ്മയും കൂടെ ഇവിടെ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് മതി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. സ്കൂട്ടറിന് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിലോട്ട് എത്തുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് ആദ്യം വന്ന മെസ്സേജ് എടുത്ത് നോക്കുമ്പം ഞാൻ പണ്ടെപ്പോഴോ ഒരു അച്ഛനെ വിളിച്ച് ജർമ്മനിലോട്ട് പോകുന്ന കാര്യത്തിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനിപ്പോൾ ടൈമില്ല, ഡിലേ ആണ്, എല്ലാം അവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുതലാണ്, അങ്ങനെ കൊണ്ടുപോകുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ മെസ്സേജാണ്, അച്ഛൻ കൊണ്ടുപോകാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ കൊണ്ടുപോയിക്കോളാം, ഇനി ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മെസ്സേജ് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കി അച്ഛൻ വഴി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ കഴിഞ്ഞപ്പം എൻ്റെ ഞാൻ വിസയ്ക്ക് ഇത് കൊടുത്തു. എല്ലാം അച്ഛൻ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു. മാതാവിൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. ഞാൻ വിസ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തു. ഒരു 1.5 മാസം കഴിഞ്ഞ് എൻ്റെ വിസ കിട്ടിയത്. ആ സമയത്തൊക്കെ എനിക്ക് ടെൻഷനാണ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 വർഷമായി ജർമ്മൻ പാസ്സായിട്ട്. പൊതുവേ എല്ലാവരുടെയും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക. വിസ ഇങ്ങനെ 1 വർഷം പാസ്സായതുകൊണ്ട് എല്ലാവർക്കും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക, 1 ഇയർ കഴിഞ്ഞവർക്കൊക്കെ. അപ്പോൾ ഞാൻ പിടിച്ചു. ഞാൻ വീട്ടിൽ ഈ കാര്യം പറയുന്നില്ല, ഈ 1 വർഷത്തിൻ്റെ ഗ്യാപ്പിൻ്റെ കാര്യം പറയുന്നില്ല. ഞാനപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക. വിസ റിജക്റ്റ് ആകും എന്നുള്ള എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ വെച്ചു. റിജക്ഷനായി, ഇനി വരാൻ പോകുന്ന, ഇത്രയും സമയം എടുത്തു, റിജക്ഷൻ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോഴും എനിക്ക് റിജക്ഷനാന്നുള്ളൊരിതിലാണ് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ അപ്രൂവായി. ഞാൻ എന്നിട്ട് അമ്മയോടത് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ നേരെ കൃപാസനത്തിലോട്ടാണ് വന്നത് വിസയും കൊണ്ട്. എന്നിട്ട് ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ജർമ്മനിക്ക് പോകുവാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുവാന്ന് പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പ് ഞാനൊരു തോറ്റവനെ പോലായിരുന്നു. എന്താ പറയുക, എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു. ആൾക്കാർ നോക്കി ഒന്ന് ചിരിക്കാൻ വരെ എനിക്ക് മടിയായിരുന്നു. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ 6 പേർക്കും, എൻ്റെ 3 എൻ്റെ ചേട്ടന്മാർക്കും, എൻ്റെ അച്ഛനമ്മ, എൻ്റെ വലിയമ്മ, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ജർമ്മനിക്ക് പോവുക, റെഡി ആവുക, പ്രിപ്പയർ ആവുക എന്നൊന്നും എൻ്റെ വീട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ ഈ മാസം 28-ാം തീയതി ജർമ്മനിക്ക് പോവുക. ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്.